കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി പഴകുളം മധു MLA. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുൻപ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായും പഴകുളം മധു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ജനങ്ങൾക്ക് കിട്ടുന്ന സഹായം കൊടുക്കാതിരിക്കുക എന്നുള്ള സമീപനം ആർക്കുണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ BDCയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതിനുശേഷവും MLA ആയതിനു ശേഷവും നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് റാന്നിയുടെ ജനകീയനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് പഴകുളം മധു. കണ്ണൂർ ADM ആയി ജോലി നോക്കെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹം നിർദ്ദേശം നൽകുകയും തുടർന്ന് ശബരിമല പ്രക്ഷോഭകാലത്തെ അതിന്റെ കേസുകൾ പിൻവലിപ്പിക്കണമെന്നും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മുഖ്യമന്ത്രി VD സതീശനുമായി റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് അതിന്റെ കേസ് അന്വേഷണത്തിന്റെ CBIയുമായുള്ള ബന്ധപ്പെട്ടുള്ളതിനുമായിട്ടുള്ള നിവേദനം നൽകിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധുവാണ്. എങ്ങനെയാണ് MLA ഇപ്പോൾ ആ കുടുംബം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടിട്ടുണ്ട്. MLA നൽകിയതിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കുടുംബം കണ്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ? ഞാൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 3 നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണം അന്വേഷിക്കണം, അത് CBI പോലൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നുള്ളത്. ഞാൻ അന്ന് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹവുമായി ഇക്കാര്യം വിശദമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് നമുക്ക് കുടുംബത്തെ കൂടി കാണാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നലെ നിയമസഭയിൽ കുടുംബം എത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയും മക്കളും സഹോദരനും എല്ലാം അടങ്ങുന്ന കുടുംബം അവിടെ എത്തി. മുഖ്യമന്ത്രിയും ആയിട്ട് സുദീർഘമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. കുടുംബത്തിന് 2 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആവശ്യം നവീൻ ബാബുവിന്റെ മരണം CBIയെ ഏൽപ്പിക്കുക. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു. അത് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ചെയ്യും, ഉടൻ തന്നെ അത്തരം തീരുമാനം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ആശ്രിത നിയമനം നൽകുന്ന ഒരു ആനുകൂല്യം, ഒരു അവകാശം, ആ അവകാശം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് ശ്രമിച്ചത്. വെച്ച് താമസിപ്പിക്കുക, കൊടുക്കാതിരിക്കുക, പല പല കീറാമുട്ടുകൾ പറയുക, ഇങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത്. അക്കാര്യത്തിലും അടുത്ത ക്യാബിനറ്റിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അപ്പൊ നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബത്തിനും മറ്റ് ജനങ്ങൾക്കും വളരെയേറെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ ക്യാബിനറ്റിലെ ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശബരിമല കേസുകൾ, അതും സന്തോഷം തരുന്ന ഒരു കാര്യം. ശബരിമല വിഷയം, അവിടെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കേസുകൾ, ആ കേസുകളൊക്കെ പിൻവലിക്കണം എന്നുള്ളത് ഒരു നിവേദനത്തിന്റെ രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഞാൻ കൊടുത്തിരുന്നു. അവർ രണ്ടുപേരും അക്കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാക്കാമെന്ന് അന്ന് തന്നെ അറിയിച്ചതാണ്. അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഗവൺമെന്റ് വളരെ ഗുരുതരമല്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ നിർദ്ദേശം കൊടുക്കും. കോടതികൾക്ക് കൊടുക്കേണ്ട കോടതികൾക്ക് കൊടുത്തിട്ട് അക്കാര്യത്തിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്നറിയിച്ചത്. അപ്പൊ അക്കാര്യത്തിലും ഞാൻ കൊടുത്ത നിവേദനത്തിന് സർക്കാർ ഭാഗത്തു നിന്ന് കിട്ടിയ അനുകൂലമായ ഒരു മറുപടിയാണത്. വളരെയേറെ സന്തോഷവാനാണ് ഞാൻ അക്കാര്യത്തിൽ. മഴക്കാലം വരികയാണ്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലെ വനപ്രദേശങ്ങളാണ്. എന്തൊക്കെയാണ് മുൻകരുതലൊക്കെ, അതൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മഴ വന്നാൽ റാന്നിക്ക് ഉറക്കമില്ല. പിന്നെ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വനപ്രദേശമുള്ള അസംബ്ലി മണ്ഡലമാണ് റാന്നി. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മരങ്ങൾ വീഴുകയാണ്. വീടിന്റെ മുകളിലേക്ക് വീഴുന്നു, ഇലക്ട്രിക് ലൈനിന്റെ മുകളിലേക്ക് വീഴുന്നു, പൈപ്പ്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ റാന്നിയെ സംബന്ധിച്ചുണ്ട്. ഇപ്പൊ ഇന്ന് ജില്ലാ ഡെവലപ്മെന്റ് കൗൺസിലായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു മഴക്കാലത്ത്, മൺസൂൺ കാലത്ത് ഉണ്ടാകുന്ന ചെറിയ അപകടങ്ങളിൽ വീട് നഷ്ടപ്പെടുന്നവർ, ഭാഗികമായി നഷ്ടപ്പെടുന്നവർ, ആ ജീവനോപാധികൾ ഇല്ലാതാകുന്നവർ, ഇത്തരം വന്യമൃഗശല്യം മൂലം കുഴപ്പമുണ്ടാകുന്നവർ, ഇവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കുക ഗവൺമെന്റ് ഭാഗത്തു നിന്ന്. എന്നാൽ ചില വില്ലേജ് ഓഫീസർമാർ ഇക്കാര്യം വളരെ ഒരു നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത്. ജില്ലാ കളക്ടറോട് ഞാൻ DDCയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം വില്ലേജ് ഓഫീസർമാരെ കർശനമായി താക്കീത് ചെയ്ത് ജനങ്ങൾക്ക് കിട്ടുന്ന സഹായം കൊടുക്കാതിരിക്കുക എന്നുള്ള സമീപനം ആർക്കുണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ DDCയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വന്യമൃഗശല്യം ഒഴിവാക്കാൻ വേണ്ടി
ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പോൾ സ്കീമുണ്ട്, റാന്നിയിൽ ഒരു ഫണ്ടും ഉണ്ട്. പക്ഷെ ആ ഫണ്ട് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള സമീപനം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കാണിക്കുന്നില്ല. DFO റാന്നി ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും സഹായം കിട്ടുന്നില്ല. അക്കാര്യത്തിലൊക്കെ ഒരു നടപടി സ്വീകരിക്കണം അടിയന്തരമായി എന്ന് ആവശ്യപ്പെട്ടു. 1-ാം തീയതി DFOയും ജില്ലാ കളക്ടറും പങ്കെടുക്കുന്ന ഒരു യോഗം വന്യമൃഗശല്യം നേരിടുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള വളശ്ശേരിക്കയിൽ വിളിച്ചേർക്കാണ് രാവിലെ 10 മണിക്ക്. അതിനുശേഷം ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഏറ്റെടുത്ത വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.